ഹലോ വ്യൂവേഴ്സ്, ബ്ലെൻഡഡ് ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. മലയാള സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു ഭാഗ്യവർഷമാണെന്ന് തോന്നുന്നു കേട്ടോ. സത്യം പറയാമല്ലോ, എത്ര പടങ്ങളാ ഹിറ്റാവുന്നത്, ബമ്പർ അടിക്കുന്നത്. 100 കോടി നേടിയ എനിക്ക് തോന്നുന്നു 3-4 സിനിമകളായെന്ന് തോന്നുന്നു ഇപ്പൊ ഇതുവരെ. അതുപോലെ കളക്ഷൻ ഉണ്ടാക്കിയ ഒരു അവസ്ഥ ഇതിനു മുമ്പൊന്നും മലയാള സിനിമയ്ക്ക് വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം മലയാള സിനിമ ഈ വർഷം ഒരുപാട് കളക്ഷൻ ഉണ്ടാക്കി, ഒരുപാട് ഹിറ്റ് കിട്ടി കേട്ടോ. ഒരുപാട് ഹിറ്റ് കിട്ടി ഈ വർഷം. ആ ഹിറ്റിന്റെ കൂട്ടത്തിലേക്ക് ഇതാ മറ്റൊരു കണ്ണി കൂടെ നമ്മൾ ചേർക്കാണ്, ബൾട്ടി. എന്മാതിരി പടവാ എൻ്റെ മോനെ, ഒന്നും പറയണ്ട. അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ അല്ല കിൻഡല് കണക്കിന് അടിയുള്ള പടം, അല്ല കിൻഡല് കണക്കിന് ഇടി കിട്ടുന്ന പടം. അമ്മാതിരി ഇടി, അതിനകത്ത് ഇടിക്കുന്ന ഇടിയുണ്ടല്ലോ, അത് നമുക്ക് ആ പവർ കിട്ടും. നമ്മൾ ഇടി കൊണ്ട് കസേരന്ന് തിയേറ്ററിന് താഴെ വീഴും. അമ്മാതിരി പവറുള്ള, അമ്മാതിരി ലൈഫുള്ള പടം കേട്ടോ. അന്യായ എക്സ്പീരിയൻസ് ആണ്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്. അന്യായ മാസ് ആക്ഷൻ പടങ്ങൾ ഇഷ്ടമുള്ളവർ മാത്രം, ഫാമിലി പടം എന്നൊന്നും വിചാരിച്ച് എല്ലാവരും പോയേക്കല്. ആക്ഷൻ പടങ്ങൾ ഇഷ്ടമുള്ളവർ മാത്രം ഈ പറയുന്ന പോലെ തിയേറ്ററിൽ പോവുക, കാണുക. എമ്മാതിരി അടി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് ചങ്ങായിമാരെ, ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈ പറയുന്ന പോലെ റോപ്പിൽ കയറ്റി പറത്തി, അതുപോലത്തെ ഈ പറയുന്ന മലങ്കൽ ഇടിയൊന്നുമല്ല. ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ നല്ല നാട്ടനടി. നാടനകത്ത് നമ്മൾ ട്രെയിലറിൽ കണ്ടില്ലേ, ഷൈനികം പറയുന്ന അടിച്ച് പുറം പൊളിക്കും എന്ന് പറയുന്നില്ലേ, അമ്മാതിരി അടിച്ച് പുറം പൊളിക്കുന്ന ഇടിയാണ് കേട്ടോ. ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണമെന്നല്ല. പടം കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴല്ലോ നമുക്ക് ആ തരിപ്പം കൊണ്ട് മാറില്ല, ഒന്നുകൂടെ കയറി കാണാൻ തോന്നും. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ആവേശം കയറിയിട്ട് ചിലപ്പോൾ ഇടിച്ച് നിരപ്പാക്കി കളഞ്ഞെന്ന് വിചാരിക്കും. അമ്മാതിരി രീതിയിലുള്ളൊരു സിനിമയാണ് കേട്ടോ ബൾട്ടി എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഡയറക്ടർ ഉണ്ണി ശിവലിംഗം, എൻ്റെ പൊന്നെണ്ണം നമിച്ചു കേട്ടോ. അന്യായമായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അന്യായ മേക്കിംഗ് ആണ്, ഒന്നും പറയാനില്ല. ഉണ്ണി ശിവലിംഗം തന്നെയാണ് ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. അടിപൊളിയായിട്ട് സ്ക്രിപ്റ്റൊക്കെ നല്ല പവർ പാക്ക് സ്ക്രിപ്റ്റ് ആണ്, അതുപോലെ നല്ല വെൽ ഡയറക്ഷൻ ആണ്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ ഷൈനികം, അതുപോലെ ശാന്തനു ഭാഗ്യരാജ് ആണ് തമിഴ് ആക്ടർ. നമ്മുടെ ഈ പഴയ മോഹൻലാലിന്റെ സിനിമയുണ്ടല്ലോ, ലാലേട്ടന്റെ പടമായിട്ടുള്ള ഏഞ്ചൽ ജോണിനകത്ത് ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച ശാന്തനു ഭാഗ്യരാജ്. അതുപോലെ നായികയായിട്ട് വരുന്ന പ്രീതി അസ്രാനിയാണ്. അതുപോലെ അൽഫോൺസ് പുത്രനുണ്ട് കേട്ടോ. അൽഫോൺസ് പുത്രനുണ്ട് ഒരു കൊടൂര വില്ലനായിട്ട്. ഞാൻ വിചാരിച്ച അൽഫോൺസ് പുത്രനൊക്കെ വന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്, പക്ഷെ അൽഫോൺസ് പുത്രൻ വരെ അന്യായ പെർഫോമൻസ്, ഒന്നും പറയാനില്ല. പിന്നെ ഈ നടന്മാരെ കുറിച്ച് ഡീറ്റെയിൽ പറയുന്നതിന് മുന്നേ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. സിനിമോട്ടോഗ്രാഫി അലക്സിയ പുള്ളിക്കൽ, എൻ്റെ മോനെ വേറെ ലെവൽ സിനിമോട്ടോഗ്രാഫി വർക്കാണ് കേട്ടോ. നല്ല അന്യായ വർക്ക്, നല്ല ഇടി, നല്ല പീക്ക് ഫ്രെയിം, അതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ എഡിറ്റ് ശിവകുമാർ വി പണിക്കർ. എഡിറ്റ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ ഒരു സൈഡ് പോലും ലാഗ് അടിപ്പിക്കുന്നില്ല. പട്ടക്കേ ഇടിക്കനുസരിച്ച് കട്ടാണ്. ഇടി എവിടെ വീഴുന്ന പെട്ട ഇടിപ്പടം പോലെ ഒരു ഫാസ്റ്റിൽ അങ്ങോട്ട് പോവാണ് ആ പടം. ഒരു ഫാസ്റ്റ് പേസിൽ അങ്ങോട്ട് പടം പോവാണ്. നമുക്ക് എവിടെയും ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ പിന്നെ പറയേണ്ട ഒരു അണ്ണന്റെ കാര്യമാണ് മ്യൂസിക്. സായി അഭയങ്കർ, എൻ്റെ മോനെ, ആ സിനിമയുടെ ലൈഫ് മൊത്തം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് കേട്ടോ. അന്യായമായിട്ട് പണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ഇടിവെട്ടാക്കി കഴിഞ്ഞു. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു മലയാളത്തിലോട്ട് ആദ്യമായിട്ടാണോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് സായി, പക്ഷെ ഉറപ്പില്ല. പക്ഷെ അന്യായ ചെയ്തായി പോട്ടോ. സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് കറക്റ്റ് 100% കൊടുത്തിട്ടുണ്ട്. അന്യായ BGM, ഒന്നും പറയാനില്ല കേട്ടോ. സിനിമയൊക്കെ നമ്മൾ ഇടി സീനൊക്കെ വരുമ്പോഴല്ലോ നമുക്ക് ആ ഇറങ്ങി ഇടിച്ച് കൊല്ലടാന്ന് പറയാനുള്ളൂ. നമ്മുടെ മനസ്സിനക്കരയ്ക്ക് ഷീല നരസിംഹം കാണാൻ പോയില്ല ജയറാമിന്റെ കൂടെ. അപ്പൊ പറയുന്നില്ല ഇടിച്ച് പൊളിക്കടാവനെ, അമ്മാതിരി ഡയലോഗ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന് ഒരു പീക്ക് കൂട്ടുന്ന ഈ നമ്മുടെ ഈ പറയുന്ന സായി അഭ്യങ്കറിന്റെ BGM ആണ് കേട്ടോ. അന്യായ BGM എന്ന് പറഞ്ഞാൽ അന്യായ BGM. നമ്മളങ്ങ് നെരുപ്പ് കയറ്റും. അമ്മാതിരി BGM ആണ് കേട്ടോ. പറയാൻ വാക്കുകളില്ല. അതുപോലെ അടിപൊളിയായിട്ട് സംഭവം എടുത്തു വെച്ചിട്ടുണ്ട് സിനിമ. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തെ കാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ഷൈനികം, ഞാൻ ശരിക്കും പറഞ്ഞ ഈ സിനിമയില് ഷൈനികം പിന്നെ ഈ മാസ് റോൾ ചെയ്യാൻ പറ്റുമ്പോൾ എനിക്ക് ഒരു വിശ്വാസമില്ലായിരുന്നു. ഷൈനികം മാസ് റോൾ ചെയ്ത് ഞാൻ ഈ പറയുന്ന പോലെ RDX കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് ഷൈനികത്തിന്റെ ആക്ഷനെക്കാട്ടിലും കൂടുതൽ പെപ്പയുടെ ആക്ഷനാണ് ഇഷ്ടപ്പെട്ടത്. കാരണം പെപ്പയുടെ ഒരു ഇടിക്ക് ഒരു കിൻഡൽ ഇടിയാണ്.
ആ ഇടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് എഫക്റ്റ് ആവും, അവൻ ഇടിച്ചു എന്നുള്ളത്. പക്ഷെ ഷെയ്ൻ നിഗത്തിന്റെ ഇടി കൊടുക്കുമ്പോൾ ഇടി കൊടുക്കുമ്പോൾ എനിക്ക് അത്ര തോന്നിയിട്ടില്ല. കാരണം പുള്ളിയുടെ ഫിസിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ, മെലിഞ്ഞിരിക്കുന്ന ഒരു ഫിസിക്കായിരുന്നു. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ, ബൾട്ടിയിലോട്ട് വരുമ്പോൾ എൻ്റെ മോനെ പുള്ളി ഫിസിക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തടി വെച്ചിട്ടുണ്ട് പുള്ളി. അപ്പൊ ഇപ്പം പുള്ളി ഒരു ഇടി കൊടുത്തിട്ടുണ്ട്, ആ ഇടി നമുക്ക് ഫീൽ ആവും. അമ്മാതിരി ഇടിയാണ് കേട്ടോ, അമ്മാതിരി ഇടി. ഒരു 4 പേരടങ്ങുന്ന ഗ്യാങ് ആണ് കേട്ടോ. കബഡി ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്. കബഡി ഗ്യാങ് ആണ്, കബഡി പടമല്ല, ഇതൊരു കൊട്ടേഷൻ പടമാണ്. ഇതൊരു ചെറിയൊരു എന്താ പറയണ്ടേ, ഒരു ലോക്കൽ ഡോണുകളുടെ ഒരു പടമാണ്. 4 പേരാ ഉള്ളത്. നമ്മുടെ ഷൈൻ നിഗം, അതുപോലെ തന്നെ ശാന്തനു ഭാഗ്യരാജ്, പിന്നെ 2 ആളുകൂടെ ഉണ്ട്, അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. 4 പേരടങ്ങിയ ഒരു സംഭവമാണ് കേട്ടോ. ഈ ശാന്തനു ഭാഗ്യരാജ് സംഭവം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി എല്ലായിടത്തും പോയി വള്ളി പിടിക്കും, ഇമാർക്ക് പണി കൊടുക്കും, പിന്നെ ഇമാരിത് ഏറ്റെടുക്കാൻ പോകുന്ന ഒരു പരിപാടി, ഒരു മിനി RDX എന്ന് പറയും കേട്ടോ. RDXന്റെ ഒരു മിനി പതിപ്പാണ്. RDXന്റെ അത്രത്തോളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഏകദേശം ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ആക്ഷനൊക്കെ അന്യായമാണ്. ഫസ്റ്റ് ഹാഫിൽ അത്രത്തോളം ആക്ഷൻ ഇല്ല. ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ തട്ടിമുട്ടിയ കഥ ബിൽഡ് ചെയ്ത് പോയിട്ട് സെക്കൻഡ് ഹാഫിന് അത് ഇന്റർവെല്ലിനോട് അടുക്കുമ്പോഴത്തേക്ക് സീനുണ്ട്. അതുപോലെ സെക്കൻഡ് ഹാഫ് എൻ്റെ മോനെ ക്ലൈമാക്സ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ്. നമ്മൾ പ്രതീക്ഷിക്കില്ല സംഭവിക്കാൻ പോകുന്നത്. അതൊന്നും അല്ല, വേറെ ലെവല് ക്ലൈമാക്സ് ആണ്. ഇടിയുടെ പെരുന്നാൾ. ഇതിനു മുന്നേ എനിക്ക് ഇപ്പോൾ ഉള്ള പുതിയ ആൾക്കാരിൽ വെച്ചിട്ട് ഇടി ഇഷ്ടപ്പെടുന്ന ഈ ഉണ്ണി മുകുന്ദൻ, അതുപോലെ പെപ്പയുടെ ഒക്കെ ഉള്ളൂ. ആ കാറ്റഗറിയിലോട്ട് ഷൈൻ നിഗം എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ഞാൻ പറഞ്ഞ പോലെ റോപ്പിൽ കയറ്റി പറന്നു പോയിട്ടുള്ള ഇടിയോ, അല്ലെങ്കിൽ ഒരു 10-500 കാറ് പൊട്ടിച്ച് തകർക്കുന്നു, അല്ലെങ്കിൽ ഭിത്തി ഇടിച്ച് പൊളിക്കുന്നു, അങ്ങനത്തെ ഇടിയല്ല. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നാടൻ ഇടിയില്ലേ, നമുക്ക് നോർമൽ ആൾക്കാർ അടി കൂടുമ്പോൾ വരുന്ന ഇടി, അമ്മാതിരി പുറം പൊളിയുന്ന പൊടി പാറുന്ന ഇടി, അമ്മാതിരി ഇടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഇടി. നമുക്ക് ആ ഇടി ഫീൽ ചെയ്യും. നമുക്കൊരു സിനിമാറ്റിക് ആയിട്ട് തോന്നില്ല ഇടിയൊന്നും. അത്രത്തോളം വെയിറ്റും അത്രത്തോളം നാച്ചുറലുമാണ് ഇതിനകത്ത് അടി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്യാങ്, ഈ 4 പേരടങ്ങുന്ന ഗ്യാങ്, അവർ പ്രതീക്ഷിക്കാതെ അവരുടെ ലൈഫ് ചേഞ്ച് ആവുന്നു, അവരൊരു ഇൻസിഡന്റിൽ ചെന്ന് എത്തുന്നതും, അവർക്ക് താല്പര്യം ഇല്ലാണ്ട് തന്നെ അവര് പിന്നെ എന്താ പറയണ്ടേ, പിന്നെ കുറച്ച് അധികം പ്രശ്നങ്ങൾ കാരണം ഒരു സാഹചര്യത്തിൽ എത്തപ്പെടുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിനകത്ത് പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ അൽഫോൺസ് പുത്രനുണ്ട്, എന്താ സോഡാ ബാബു അങ്ങനെ എന്തോ ആണ് പറയുന്നത്. പുള്ളി കൊടൂര വില്ലനായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിനകത്ത് കുറച്ച് അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഒരു സോഡാ ഫാക്ടറിയിലുള്ള അടി, ഒരു ലോഡ്ജിലുള്ള അടി, അടി എന്ന് പറഞ്ഞാൽ കൊലത്തൂക്കടി, അടി എന്ന് പറയാൻ വേണ്ടി ഈ സിനിമയിൽ. പിന്നെ ഈ പറയുന്ന പോലെ അടി മാത്രം, ഈ പിന്നെ മാർക്കോ പോലെ അടി മാത്രമല്ല, ബ്ലഡ് മയം മാത്രമല്ല, നല്ല ഇമോഷണൽ സീൻസ് ഉണ്ട്, ഇമോഷണൽ കാര്യങ്ങളുണ്ട്. നമുക്കുമായിട്ട് ഇമോഷണലി ആ സിനിമ ഹുക്കാവും. വെറുതെ ഒരു അടി എന്നുള്ള സംഭവമല്ല, ഇമോഷണലി നല്ലൊരു സ്റ്റോറി കൂടെ ഉള്ള ഒരു സിനിമ കൂടെയാണ്. പിന്നെന്താ പറയണ്ടേ, പിന്നെ ഈ സിനിമയിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് സീനുകളൊക്കെ അടിപൊളിയായിട്ടുണ്ടോ. ഷെയ്ൻ നിഗം കലക്കി. ഷെയ്ൻ നിഗം RDXന് ശേഷം ഇങ്ങനെ ഒരു റോള് കിട്ടുന്ന ആദ്യമായിട്ടായിരിക്കും അതിന് ശേഷം വരുന്നത്. കാരണം അതിന് ശേഷം ഒരുപാട് പടങ്ങൾ ഫ്ലോപ്പ് വന്നു, ഭൂതകാലമൊക്കെ നല്ലതായിരുന്നു. അതിന് ശേഷം പക്ഷേ പുള്ളിയുടെ പടങ്ങളൊന്നും അത്ര ഹിറ്റായിട്ടില്ല. ലാസ്റ്റ് തമിഴ് പടമൊക്കെ വന്നിരുന്നു, അതൊക്കെ വലിയ ഹിറ്റാകാണ്ട് പോയി. പക്ഷെ അതിനൂടെ തീർത്ത് സംഭവം ഈ ബൾട്ടി കൊടുത്തിട്ടുണ്ട്, എപ്പിക് ബൾട്ടി അങ്ങനെ വേണം പറയാനായിട്ട്. അത്ര അടിപൊളിയായിട്ട് സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പൂർണിമ, ഇന്ദ്രജിത്ത്, അവര് വേറെ റോളാട്ടോ. ഞാൻ വിചാരിച്ച ആദ്യം ഇവര് വന്നിട്ട് ഇപ്പൊ വലിയ മാസ് റോളൊക്കെ ചെയ്തിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്. പക്ഷെ പൂർണിമ, ഇന്ദ്രജിത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിഗരറ്റൊക്കെ വലിക്കുന്ന സീനുണ്ടല്ലോ, നല്ല പക്ക സാധനം, നല്ല മാസ് വെട്ടിപ്പ് സാധനം. നമ്മൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് ആ സിഗരറ്റൊക്കെ വലിക്കുന്ന സീനൊക്കെ വരുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷെ അവരത് നല്ല വെട്ടിപ്പായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്യായ പടമായിട്ട് സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. കബഡി ഇത് തുടങ്ങുന്നതന്നെ ഇങ്ങനെ ഒരു കബഡി സീൻ വെച്ചാണ് കേട്ടോ തുടങ്ങുന്നത്. കബഡിയൊക്കെ നമ്മൾ ഒരു സ്പോർട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സിനിമ വരുമ്പോൾ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് അങ്ങനെ ഇറങ്ങിയിട്ടില്ല, എങ്കിലും ഇറങ്ങിയതിൽ വെച്ചിലൊക്കെ നമുക്കൊരു ക്ലീശ ഉണ്ടാകും. പക്ഷെ ഇതിന് ആ ക്ലീശ ഒന്നുമില്ല. കബഡിയൊക്കെ കാണിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി മേക്ക് ചെയ്ത് വെച്ചിരിക്കുക, അതുപോലെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കഥ നടക്കുന്ന ശരിക്കും പറഞ്ഞാൽ കേരളത്തിലും അല്ല തമിഴ്നാട്ടിലും അല്ലാത്തൊരു രീതിയിലാണ്. കേരള തമിഴ്നാട് ബോർഡറിൽ നടക്കുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ കുറച്ച് തമിഴ് കലർന്ന മലയാളമാണ് കൂടുതലുള്ളത്. പക്ഷെ തമിഴുമായിട്ടുള്ള ഒരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ല, കേരളത്തിന്റെ പച്ചപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഒരുപാട് തമിഴ് ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ശെൽവരാഘവനോ വെട്രിമാരനോ ആരാന്നറിയില്ല, അവർ പുള്ളിയുടെ പേര് വന്നു, നമ്മുടെ ധനുഷിന്റെ ചേട്ടൻ, അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു പിന്നെ ഇതുണ്ട്, വില്ലൻ ക്യാരക്ടർ ഉണ്ട്. പുള്ളി അങ്ങോട്ട് അഴിഞ്ഞാടുവാണ് കേട്ടോ. പുള്ളിയുടെ ഒരു ഹെവി സീനാണ്. പുള്ളി വന്നു കഴിയുമ്പോഴത്തേക്ക് സിനിമയുടെ
ആ താളം അങ്ങോട്ട് മാറും. പിന്നെ സിനിമ പോകുന്നത് വേറെ വഴിക്കാണ്. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കും, നമ്മൾ സ്റ്റഡി ആയിട്ട് സീറ്റഡ്ജ് ത്രില്ലർ എന്നൊക്കെ ആയിട്ടില്ല, അതുപോലെ സീറ്റഡ്ജ് ആക്ഷൻ പടമൊക്കെയാണിത്. അപ്പോൾ നമ്മൾ ആ ലെവലിൽ നിൽക്കും. എന്നിട്ട് ഇവരിങ്ങനെ ഒരു കോളനിയിലൊക്കെ കയറി അടി ഉണ്ടാക്കുന്ന സീനുണ്ട് കേട്ടോ, ഈ RDXിലാത്ത പോലെ തന്നെ. അപ്പം അടിക്ക് നമുക്കുണ്ടല്ലോ, അടിക്ക് ആ പഞ്ച് കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ചുമ്മാ നമ്മൾ പറന്നടിക്കോ ഇരുന്നടിക്കോ അങ്ങനെ സംഭവമല്ല, ഇടിക്കുന്നുണ്ടോ. അതും ഏറ്റവും പ്ലസ് പറയേണ്ട ഷെയ്നികമാണ്. ഷെയ്നികത്തിന് ഈ പിസിക്ക് മാറ്റിയിട്ട് ഒരു നല്ല നല്ല ബോഡി ആക്കിയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം തടിയൊക്കെ വെച്ചിട്ട്. ആ ഇടിച്ച് കഴിഞ്ഞാൽ പഴയ ഷെയ്നികമാണ്, ആ ഇടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഫീൽ ആകില്ല, നമുക്ക് മനസ്സിലാവും എന്ത് സംഭവം എന്നെ കൊണ്ട് സാധിക്കുന്ന പരിപാടിയല്ല. RDXിൽ കൂടെ എനിക്ക് ഷെയ്നികത്തിന്റെ ആക്ഷൻ അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. പെപ്പയുടെ കിൻഡൽ ഇടിയായിരുന്നു. അതിൽ പെപ്പ ഇടിച്ച കിൻഡൽ ഇടിയാണ് ഇതിൽ ഷെയ്നികം അടിക്കുന്നത്. കാരണം പുള്ളി ബോഡിയൊക്കെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ബോഡിക്ക് 2-3 ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ പടം കണ്ടാലേ പറയുന്നത്. പടത്തിന്റെ കഥയെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നത്, സ്പോയിലറായി പോകും. സംഭവം വേറെ ലെവലിലോട്ട് സംഭവം ഈ മൾട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിലൊക്കെ പോയി കാണുക. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇത് തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഫാമിലി മൂവി ഒന്നും പ്രതീക്ഷിച്ചു പോലെ നിങ്ങൾ ആക്ഷൻ മൂവി, അതുപോലെ തന്നെ ഒരു യൂത്ത് ഓറിയന്റഡ് മൂവിയൊക്കെ പ്രതീക്ഷിച്ചു പോകാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് ഈ സിനിമ കാണാം. തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. ഷെയ്നികത്തിന്റെ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കണ്ണും പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോകും. അതുപോലെ തന്നെ ശാന്തനു ഭാഗ്യരാജ് ഒക്കെ പഴയ സിനിമകൾ, എനിക്ക് പുള്ളിയുടെ ഒരു സിനിമകളും ഇതുവരെ ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഈ സിനിമയിലോട്ട് വരുമ്പോൾ ശാന്തനു ഭാഗ്യരാജൊക്കെ പക്ക സംഭവം. അതുപോലെ ആക്ഷനൊക്കെ പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്നത്, ആക്ഷനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമോഷൻ രംഗങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഷെയ്നികവും അതെ, ഈ ശാന്തനു ഭാഗ്യരാജ്, പിന്നെ 2 പേരുണ്ട് ഇവരുടെ ഗ്യാങ്ങിലുള്ള, മൊത്തം 4 പേരെ. ഈ 4 പേരും കട്ടക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഷെയ്നികത്തിന്റെ ഒക്കെ പാട്ട് സീനുണ്ട്, ഒരു റൊമാൻറ്റിക് സോങ് ഒക്കെ ഉണ്ട് ഈ പറയുന്ന പ്രീതി അസ്രാനിയുടെ കൂടെ. അവരൊക്കെ ആ സീനൊക്കെ, പാട്ട് സീനൊക്കെ കൊലത്തൂക്കാണ്, അമ്മാതിരി പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പ്രീതി അസ്രാനിയെ കുറിച്ച് പറയുവാണെങ്കിൽ അവർക്ക് കൊടുത്ത വേഷം അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു മോശമാക്കിയിട്ടില്ല. ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ആൻഡ് ഔട്ട് അത് നല്ല ഒരു ആക്ഷൻ പടമാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ അടുത്ത് പടം വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ തമിഴ് പ്ലസ് മലയാളത്തിലായി സിനിമ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ ഓടാൻ സാധ്യതയുണ്ട്. ഒറ്റ വാക്കി നമ്മൾ ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ക മാസ് തമിഴ് പടം അങ്ങനെ വേണം പറയാനായിട്ട്. കാരണം ഇതൊരു മുഴുവൻ ഒരു തമിഴ് എലമെന്റ് ആണ്. തമിഴ് സിനിമ നമ്മൾ ആക്ഷൻ പടമൊക്കെ മാസ് പടം കണ്ട് ശീലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കത്തും. അങ്ങനത്തെ ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഇതൊരു വൻ ഹിറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലും അത്യാവശ്യം ഭയങ്കര നല്ല റിവ്യൂ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നല്ല ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റത്തെ ആയതൊഴിച്ച് ഇപ്പം ബുക്കിംഗ് ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പം അടുത്ത മലയാളത്തിൽ 100 കോടി അടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അടുത്ത മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ ആകാൻ പോകുന്ന പടം ഇതായിരിക്കും. 2025 എന്തുകൊണ്ടും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭാഗ്യമുള്ള വർഷമാണ് കേട്ടോ. ഒരുപാട് സിനിമ, അതുപോലെ അതിൽ 100 കോടി കവിഞ്ഞ പടങ്ങൾ ഇഷ്ടംപോലെ. ഈ പറയുന്ന എമ്പുരാന്, തുടരും, ലോക, പിന്നെ ഇപ്പൊ ഹൃദയപൂർവ്വം, പിന്നിതാ നമ്മുടെ ഷൈനികത്തിന്റെ പടം കൂടെ, അത് 100 കോടി കയറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതും ഒരു സൂപ്പർ ബമ്പർ ഹിറ്റ് ആകാനായിട്ട് എന്തായാലും സാധ്യതയുണ്ട്. പിന്നെ ഇന്നലെ ഇറങ്ങിയ വിനീത് ശ്രീനിവാസന്റെ കരം എന്നുള്ള പടം, അത് അത്യാവശ്യം നല്ലൊരു മൂവിയാണ്. വലിയ മൂവി ഞാൻ പറയുന്നില്ല, അത്യാവശ്യം അതും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പടങ്ങൾ. അതുപോലെ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ചെറുതും വലുതുമായിട്ട് ഒരുപാട് പടങ്ങൾ വരാൻ പോവാണ്. അപ്പോൾ 2025 എന്ന് പറയുന്നിടത്തോളം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലിയും വളരെ പ്രോഫിറ്റ് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള കലാപരമായ ഇത് മേഖലയിൽ ഈ പറയുന്ന പോലെ ഉർവശി, വിജയരാഘവൻ, മോഹൻലാൽ എന്നിവർക്കൊക്കെ വലിയ അവാർഡുകളും കാര്യങ്ങളും ഒക്കെ കണ്ട് മലയാള സിനിമ തിളങ്ങി നിൽക്കുന്ന ഒരു വർഷം കൂടിയാണ് 2025 എന്ന് പറയുന്നത്. ഇതിന് പുറകോട്ടുള്ള വർഷങ്ങളൊന്നും ലാസ്റ്റ് ഒരു 5 വർഷം എടുത്താൽ ഇത്രയും വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല മലയാളം സിനിമയിൽ. ഇത്രയും വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ഇത്രയും വലിയ ഹിറ്റുകളും അടിച്ചിട്ടില്ല. ഇത്രയും വലിയ പിന്നെ അപ്രിസിയേഷനോ പുരസ്കാരങ്ങളോ ഒന്നും നേടിയിട്ടില്ല. അപ്പം ഈ വർഷം മലയാള സിനിമ ഇനി വരാനുണ്ട് പടങ്ങൾ, അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ വലിയൊരു പ്രോഫിറ്റ് മാർജിനോട്ടായിരിക്കും ഈ വർഷം മലയാള സിനിമ കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മൾട്ടി തിയേറ്ററിൽ പോയിട്ട് കാണുക. അതുപോലെ പക്ക ഒരു തമിഴ് മസാല ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ല പക്ക മൂവി കിട്ടും. നിങ്ങൾ പോയിട്ട് ചങ്ങായിമാരെ അടിച്ചു പൊളിക്കണം. നല്ല അടിപാറുന്ന പടമാണ്. ധൈര്യമായിട്ട് പോയിട്ട് കാണാം.